മഞ്ഞു മൂടിയ അന്തരീക്ഷത്തിൽ നല്ല തണുപ്പ്, ഇവിടെയൊക്കെ നല്ല തണുപ്പാക്കി സെറ്റ് ചെയ്തിട്ട് നമ്മൾ കറക്റ്റ് ആ ഒരു മഞ്ഞു മൂടിയ അന്തരീക്ഷത്തിൽ നിൽക്കുന്ന അതേ ഫീലിലാണ് ഇപ്പൊ നിൽക്കുന്നത്. പങ്കെടുക്കാച്ച് കുട്ടികളെയൊക്കെ കൊണ്ടുവന്നാൽ അവർക്ക് ഒരുപാട് ഇഷ്ടപ്പെടും. അടിപൊളിയാണ്. ഇവിടെ കണ്ടില്ലേ കുറെ ക്രിസ്മസ് അപ്പൂപ്പന്മാര് നിൽക്കുന്നു, കുട്ടികൾക്ക് ഫോട്ടോ എടുക്കാൻ. എന്താണ് സംഭവം എന്നറിയാമോ? ിൽ 2 പേർക്ക് സമ്മാനം കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പൊ നമുക്ക് ഒരു പ്രോഗ്രാം സ്പോൺസർ ചെയ്തിട്ടുള്ളത് ചുങ്ക ജ്വല്ലറി ആണ്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ക്രിസ്മസ് ട്രീ ആണ് ഈ എക്സിബിഷൻ ഗ്രൗണ്ടിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. 101 പാപ്പാന്മാർ 10 തട്ടുകളിലായി നിന്നുകൊണ്ട് ഡാൻസ് ചെയ്യുന്ന ക്രിസ്ത്യൻ ഡാൻസ് ആണ് ഈ ക്രിസ്മസ് ട്രീയിൽ കൂടി നടക്കുന്നത്. ഒരു ദിവസം 3 ഷോയാണ് ഉള്ളത്. അതിൽ ആദ്യം 6:45 മണിക്ക് ഒരു ഷോയും, രണ്ടാമത് 7:45 മണിക്ക് ഒരു ഷോയും, മൂന്നാമത് 8:45 മണിക്ക് ഒരു ഷോയുമാണ് ഇവിടെ ഉള്ളത്. കൊല്ലം കണ്ടതിൽ വെച്ച് ഏറ്റവും മനോഹരമായതും കൊല്ലം ഇന്നേവരെ കണ്ടിട്ടില്ലാത്തതുമായ ഡാൻസിങ് ട്രീ, ക്രിസ്മസ് ട്രീ ആണ് ഈ മൈതാനത്ത് അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ കാണികളെയും ഈ കൊല്ലം വാസികളെയും ഞങ്ങൾ ഈ ആശ്രമ മൈതാനത്തേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഹായ്, നമസ്കാരം. നമ്മൾ ഇന്ന് നിൽക്കുന്നത് കൊല്ലത്താണ്, കൊല്ലം ആശ്രാമം മൈതാനം. അപ്പൊ ഇവിടെ വരാനുള്ള മെയിൻ കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ കൊല്ലംകാർക്ക് ക്രിസ്മസ് ആയിട്ട് കൊല്ലത്ത് വന്നാൽ അടിച്ചു പൊളിക്കാൻ എന്തൊക്കെയുണ്ട്, കാണാനായിട്ട് കാഴ്ചകളും കാര്യങ്ങളും ഒക്കെ എന്തൊക്കെയുണ്ട്. അപ്പം കൊല്ലത്ത് ഫസ്റ്റ് ആയിട്ട് എല്ലാവർക്കും അറിയാം കൊല്ലം മഹോത്സവം നടക്കുവാണ്. നമ്മുടെ ടൈറ്റാനിക്കിന്റെ ബോട്ട് പോലെ സെറ്റ് ചെയ്ത് അതിൻ്റെ അകത്ത് കൊല്ലം മഹോത്സവം നടക്കുന്നുണ്ട്. അതിൽ തന്നെ ഗുണ കേവും എല്ലാം കൂടി ആയിട്ട്. മാത്രമല്ല അതിന് നേരെ ഓപ്പോസിറ്റ് നമുക്ക് കാണാം ഇവിടെ കുറച്ച് ക്രിസ്മസ് അപ്പൂപ്പന്മാരൊക്കെ നിൽപ്പുണ്ട്. അപ്പൊ ഇവിടെ ക്രിസ്മസ് ആയിട്ടൊരു സ്പെഷ്യൽ ഷോയും കാര്യങ്ങളും വലിയൊരു ക്രിസ്മസ് ട്രീ ഒക്കെ ആയിട്ട് ഇവിടെ വേറൊരു ഷോയും നടക്കുന്നുണ്ട്. അപ്പം കുട്ടികളെയൊക്കെ കൊണ്ടുവന്നാൽ അവർക്ക് കുറേ ക്രിസ്മസ് പപ്പമാരെ കൂടെ വന്ന് ഇവിടെ ഫോട്ടോ എടുക്കാം, ആടാം, പാടാം. പിന്നെ അകത്ത് കുറേ പാട്ട്, നാടൻ പാട്ട്, അങ്ങനെ കുറേ മത്സരങ്ങളും സംഭവങ്ങളും ഒക്കെ നടക്കുന്നുണ്ട്. അപ്പൊ ഇതിനൊരു ടിക്കറ്റ് വരുന്നതെന്ന് വെച്ചാൽ 100 രൂപയാണ് ഇവിടെ കയറുന്നതിന്. ഇതേ കണക്ക് തന്നെ നമുക്ക് അപ്പുറത്ത് പോയിട്ട് കൊല്ലം മഹോത്സവം കാണാം. എല്ലാം ഒരേ ഏരിയയിൽ തന്നെയാണ്, ഒരുപാട് സംഭവങ്ങളുണ്ട്. അപ്പം ഇതൊക്കെയാണ് കൊല്ലത്തെ കാഴ്ചകൾ. നമുക്ക് ഏതായാലും ഇവിടുത്തെ ബാക്കി വിശേഷങ്ങളും കാഴ്ചകളും ഒക്കെ ഒന്ന് കാണാം. കണ്ടില്ലേ ഞാനിപ്പം നിൽക്കുന്നതെന്ന് വെച്ചാല് ഇതിന്റെ അകത്ത് ഒരു തണുത്ത മഞ്ഞുമലയുടെ അകത്ത് നിൽക്കുന്ന കണക്കാണ് ഞാനിപ്പോ നിൽക്കുന്നത്. ചുറ്റും കണ്ടില്ലേ മാനും നമ്മുടെ ക്രിസ്മസ് പപ്പയൊക്കെ ആയിട്ട് ഒരു മഞ്ഞു മൂടിയ അന്തരീക്ഷത്തിൽ നല്ല തണുപ്പ്, ഇവിടെയൊക്കെ നല്ല തണുപ്പാക്കി സെറ്റ് ചെയ്തിട്ട് നമ്മൾ കറക്റ്റ് ആ ഒരു മഞ്ഞു മൂടിയ അന്തരീക്ഷത്തിൽ നിൽക്കുന്ന അതേ ഫീലിലാണ് ഇപ്പൊ നിൽക്കുന്നത്. അപ്പം നിങ്ങളാരും മിസ് ചെയ്യരുത്. ഇവിടെ വന്ന് കൊല്ലം മഹോത്സവം ഒക്കെ കാണാൻ വരുമ്പം ഇതും കൂടി ഒന്ന് കാണണം. പിന്നെ ഇതിന്റെ അകത്തോട്ട് പോകുമ്പോൾ കുറച്ചുകൂടി കാഴ്ചകളൊക്കെ ഉണ്ട്, നമുക്കെല്ലാം കാണാം. ഏറ്റവും വലിയൊരു ക്രിസ്മസ് ട്രീ ഉണ്ട്, അതും ഇതിന്റെ അകത്താണ്. നമുക്ക് അടുത്തത് അതൊന്ന് പോയി കാണാം. കണ്ടില്ലേ, അടിപൊളി, സൂപ്പർ, ഒന്നും പറയാനില്ല. ഇതാ കണ്ടില്ലേ, ഇത് കറക്റ്റ് നമ്മളെ ഒരു മഞ്ഞു മൂടിയ അന്തരീക്ഷത്തിനകത്ത് ഒരു ക്രിസ്മസ് എൻജോയ് ചെയ്യുന്ന ഒരു ഫീൽ ഇപ്പോഴാണ് വന്നത്. യഥാർത്ഥത്തിൽ ഒരു ക്രിസ്മസിന്റെ ഫീലൊക്കെ കണ്ടില്ലേ. കിണ്ണം കിടക്കാച്ച് കുട്ടികളെയൊക്കെ കൊണ്ടുവന്നാൽ അവർക്ക് ഒരുപാട് ഇഷ്ടപ്പെടും. അങ്ങോട്ടൊക്കെ നോക്കുമ്പോൾ തന്നെ കാണാം പിള്ളേരെയൊക്കെ കൊണ്ടുവന്ന് എല്ലാവരും ഫോട്ടോ എടുക്കും, ബഹളമൊക്കെ ആയിട്ട് അടിപൊളിയാണ്. ഇതിന്റെ അകത്തൊക്കെ ഇനിയും അടിപൊളി സംഭവങ്ങളുണ്ട്, നമുക്ക് എല്ലാം കാണാം. നമ്മളങ്ങനെ ക്രിസ്മസ് ട്രീ കാണാൻ പോകുമ്പോൾ നമ്മുടെ ഇവിടെ വെൽക്കം ചെയ്യാനായിട്ട് ക്രിസ്മസ് പപ്പയൊക്കെ നിൽപ്പുണ്ട്. ഫ്രണ്ടിൽ കുറെ ക്രിസ്മസ് പപ്പമാരെ നമ്മൾ കണ്ടതാണ്. ഹായ്, ഹാപ്പി ക്രിസ്മസ്. ഇതിന്റെ അകത്ത് കയറിയാലേ ഒരുപാട് ക്രിസ്മസ് പപ്പമാരാണ്. അപ്പൊ എങ്ങോട്ട് നോക്കിയാലും ക്രിസ്മസ് പപ്പ ഇരിക്കുന്ന അടുത്ത പപ്പതാവരും. നമ്മുടെ പുറത്ത് നമ്മളെ വെൽക്കം ചെയ്യാൻ വരെ നിൽക്കുന്നത് ഇവരാണ്. ഹാപ്പി ക്രിസ്മസ്. ഇപ്പൊ ഞാൻ നിൽക്കുന്ന രാജസ്ഥാൻ മരുഭൂമിയിലൊന്നുമല്ല, നമ്മുടെ കൊല്ലത്ത് ഈ ഒരു പ്രോഗ്രാം നടക്കുന്നതിന്റെ അകത്ത് നിൽക്കുവാണ്. കണ്ടില്ലേ, ഒട്ടകമുണ്ട്. ഒട്ടകത്തിന്റെ പുറത്ത് കയറി നമുക്ക് ഇവിടെ റൈഡൊക്കെ ചെയ്യാം. എത്ര രൂപയാണ് ഒട്ടകത്തിന്റെ പുറത്ത് കയറുന്നതിന്? 150 രൂപയാണ് കേട്ടാ. ഒട്ടകത്തിന്റെ പുറത്ത് കയറി നമുക്ക് റൈഡ് ചെയ്യാം. ഇപ്പൊ കുതിര ഉണ്ടായിരുന്നു,
കുതിരേനെയും കൊണ്ട് ഒരു കൊച്ചുകുട്ടി റൈഡിന് പോയിരിക്കുവാണ്. നമ്മുടെ ഏറ്റവും വലിയ ക്രിസ്മസ് ട്രീ ഞാൻ ഇപ്പൊ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ഏറ്റവും വലിയ ക്രിസ്മസ് ട്രീ. അപ്പൊ ഇവിടെ ഓരോ പ്രോഗ്രാം ഒക്കെ നടന്നുകൊണ്ടിരിക്കുവാണ്. പ്രോഗ്രാം എന്ന് പറയുന്ന കലാപരിപാടി, കലാമത്സരങ്ങൾ, ഇപ്പം ഇതിൽ നിന്ന് ചോദ്യം ചോദിപ്പ്, അങ്ങനെ കിടിലം പ്രോഗ്രാംസും ഇവിടെ നടക്കുന്നുണ്ട് ഈ ഒരു വേദിയിൽ. അപ്പൊ കൺപീലിയോ കണ്ണിലെ കൃഷ്ണമണിയോ അനക്കിയ നമ്മൾ ഔട്ടാകും. മത്സരം നടക്കുവാണ്. അപ്പൊ അങ്ങനെ ഒരു ചേട്ടനും ചേച്ചിയും കൂടി ഒരുമിച്ച് അവിടെ നിന്നിട്ട് രണ്ടുപേരും രണ്ട് സൈഡിൽ നിന്ന് മത്സരിക്കുവാണ്. എന്ന് വെച്ചാൽ ഇവര് എന്തെങ്കിലും തമാശയൊക്കെ പറയും, ചിരിക്കുന്നുണ്ടോ, ചിരിക്കാതെ അനങ്ങാതെ ഇങ്ങനെ സ്റ്റഡി ആയിട്ട് നിൽക്കണം. അവരെല്ലാവരും ആ ചേട്ടനെയും ചേച്ചിയും അനക്കാൻ വേണ്ടി ഒരുപാട് പണി പെടുന്നുണ്ട്. പക്ഷെ അവർ രണ്ടുപേരും നിൽക്കുന്ന കണ്ടില്ലേ, അട്ടി ഉറച്ച് നിൽക്കുന്നു. കടുത്ത മത്സരം. നമ്മുടെ ക്രിസ്മസ് പൂവന്മാര് ഫുള്ള് ചിരിപ്പിക്കാൻ നോക്കുവാണ്. ഒരാളെങ്കിലും കണ്ണ് അടയ്ക്കുകയോ കണ്ണ് ചിമ്പയോ കൃഷ്ണമണി അടയ്ക്കുകയോ ചെയ്താൽ ഒരാൾക്ക് സെക്കൻഡ് പ്രൈസും ഒരാൾക്ക് ഫസ്റ്റ് പ്രൈസും കിട്ടിയതായിട്ട് ഞങ്ങൾ പ്രഖ്യാപിക്കുന്നതാണ്. ഒരു മിനിറ്റ് ആണോ? ഇപ്പൊ എത്ര മിനിറ്റ് ആയി? 1 മിനിറ്റ് ആയിട്ടില്ല. 14 സെക്കൻഡ് 15 സെക്കൻഡ് ആയിട്ട് പ്രഖ്യാപിക്കും. ചുങ്കർ ജ്വല്ലറിയിൽ നിന്നും അവർക്ക് ഒരു സമ്മാനം കിട്ടുന്നതായിരിക്കും. ഇനി ഇതിനകം ആരെങ്കിലും ഒരാളെങ്കിലും കണ്ണ് അനങ്ങുന്നില്ല. ഈ ചേച്ചി അനങ്ങുന്നില്ല, ഈ ചേട്ടനും അനങ്ങുന്നില്ല. ഇന്നലെ നമുക്ക് ഇതുപോലെ ഒരു ചേട്ടനും ചേച്ചിയായിരുന്നു വിന്നർ. രണ്ടുപേരെ നമ്മളില്ലെങ്കിൽ 2 പേർക്ക് സമ്മാനം കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പൊ നമുക്ക് ഒരു പ്രോഗ്രാം സ്പോൺസർ ചെയ്തിട്ടുള്ളത് ചുങ്കർ ജ്വല്ലറി ആണ്, ഇൻ അസോസിയേഷൻ വിത്ത് ഡയസിസ് ഓഫ് കൊയിലോൺ ആൻഡ് ഓൾസോ ഭാരത് അഗ്നിച്ചർ. 3 ഷോ ആയിട്ടാണ് 6:45, 7:45, 8:45 3 ഷോ ആയിട്ടാണ് നമുക്കിവിടെ പോകുന്നത്. ഈ ചേച്ചി ഇതാണ്ട് കണ്ണനക്കാനുള്ള സമയം ഏകദേശം ആയിരിക്കുകയാണ്. അനങ്ങിയോ ചേച്ചിയെങ്കിലും നനക്കി കഴിഞ്ഞ 2 മിനിറ്റ് ആയോ? ഇല്ല, 2 മിനിറ്റ് ആയി. 2 മിനിറ്റ് ആയി. രണ്ടുപേരും വിജയിച്ചതായിട്ട് പ്രഖ്യാപിക്കുക എന്നല്ലാണ്ട് വേറെ യാതൊരു വഴിയില്ല. എന്റെ പൊന്നു ചേട്ടൻ ജയിച്ചു. ചേച്ചി ജയിച്ചു. എല്ലാവരും നല്ലൊരു കൈയ്യടി കൊടുത്ത് ഇവരെ എങ്ങനെയും സ്റ്റേജിൽ ഇറക്കി തുറക്കാം കേട്ടോ. ചേട്ടാ കൺഗ്രാജുലേഷൻ. രണ്ടുപേരും നമ്മുടെ ഇവിടെ ഒന്ന് പേര് എഴുതിയെടുക്കും. പേര് എഴുതിയെടുത്തതിനു ശേഷം നിങ്ങൾക്ക് ചുങ്കർ ജ്വല്ലറിയിൽ നിന്ന് ഗിഫ്റ്റ് കളക്ട് ചെയ്യാവുന്നതാണ്. ചേട്ടന്റെ പേരെന്തായിരുന്നു? ഞങ്ങൾ സ്റ്റേജിൽ നിന്ന് പറഞ്ഞു ഇവിടെ ഔട്ട് ആയെന്ന് പറഞ്ഞിട്ട് ഗിഫ്റ്റ് വന്നിട്ടുണ്ട്. ചേച്ചി താങ്ക് യു സോ മച്ച്. അവരെ സപ്പോർട്ട് ചെയ്ത ഫാമിലിക്കും ഗസ്റ്റിനും നമ്മുടെ പ്രിയപ്പെട്ട ഓഡിയൻസിനും ഒക്കെ ഒരു സ്പെഷ്യൽ താങ്ക്സ് അറിയിക്കുകയാണ്. ചേച്ചിയുടെ മോനാണല്ലേ? മോനെ, അപ്പൊ വീട്ടിലേക്ക് അമ്മ സമ്മാനം കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ സമ്മാനം ചേച്ചി നമ്മൾ ഇവിടെ താഴ്ന്ന പേര് എഴുതിയിട്ട് നിങ്ങൾക്ക് ചുങ്കർ ജ്വല്ലറിയിൽ നിന്ന് സമ്മാനം കളക്ട് ചെയ്യാവുന്നതാണ്. ചേട്ടാ കണ്ടില്ലേ, ക്രിസ്മസ് അടിച്ചു പൊളിക്കാൻ പറ്റിയ കിടുക്കാച്ചി പ്ലേസിലാണ് ഞാൻ ഇപ്പൊ നിൽക്കുന്നത്. അപ്പം ഈ ഒരു സ്പോട്ട് മറക്കണ്ട. നമ്മുടെ കൊല്ലം ആശ്രാമം മൈതാനത്ത് കൊല്ലം മഹോത്സവം നടക്കുന്നതിന്റെ നേരെ ഓപ്പോസിറ്റ് കണ്ടില്ലേ, ഇവിടെ എല്ലാം ഉണ്ട്. ഡാൻസും പാട്ടും ബഹളം അടിച്ചു പൊളിയാ. നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു കിടുക്കാച്ചി സ്പോട്ട്. ക്രിസ്മസ് പപ്പമാരുടെ ഇടയിലൊക്കെ നിന്ന് അടിപൊളി. അപ്പൊ ഏതായാലും നമ്മുടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇറ്റ്സ് മീ സുഹേഷ് സുകുമാരൻ സൈനിങ് ഓഫ്.